മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി സർക്കാർ ഒരുക്കുന്ന ടൗൺഷിപ്പ് നിർമ്മാണത്തിൽ വീണ്ടും അനിശ്ചിതത്വം. ഒന്നാം ഘട്ടത്തിലെ 178 വീടുകൾ ഇനിയും താമസയോഗ്യമല്ല. നിർമ്മാണം മന്ദഗതിയിലായതോടെ ഗുരുതര ദുരന്ത ബാധിതരുടെ കാത്തിരിപ്പ് വീണ്ടും നീളുകയാണ്. മാർച്ച് 1 ടൗൺഷിപ്പിന്റെ ഒന്നാം ഘട്ട താക്കോൽ കൈമാറ്റ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾക്ക് വേഗത കുറഞ്ഞുവെന്നാണ് ദുരന്തബാധിതരുടെ ആരോപണം. നിർമ്മാണ ഏജൻസിയായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ തൊഴിലാളികൾക്ക് അവധി നൽകിയതും പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ മടങ്ങിയതുമാണ് നിർമ്മാണം മന്ദഗതിയിലാകാൻ പ്രധാന കാരണങ്ങൾ. ഇതിനൊപ്പം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും പ്രവൃത്തിയുടെ വേഗതയെ ബാധിച്ചു. പെട്ടെന്ന് തീരും തോന്നുന്നില്ല. പണിക്കാർ വരികയാണെങ്കിൽ തീരും, പണിക്കാരില്ലാത്തതുകൊണ്ട് ഞങ്ങളിത് ഉറപ്പ് പറയാൻ കഴിയുന്നില്ല. ദുരന്തബാധിതർക്കായി സർക്കാർ അനുവദിച്ചിരുന്ന ദിനപത്തയും ഭക്ഷ്യക്കൂപ്പണും ഇതുവരെ ലഭിച്ചില്ല. 1184 പേർക്കുള്ള 9,000 രൂപ സഹായമാണ് മുടങ്ങിയിരിക്കുന്നത്. എന്നാൽ വീട്ടുവാടക വിതരണം തുടരുന്നുണ്ടെന്നും അലോട്ട്മെന്റ് വൈകിയതിനാലാണ് ദിനപത്തയിൽ താമസമുണ്ടാകുന്നതെന്നുമാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. റിപ്പോർട്ടർ, വയനാട്.